കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീടിനുള്ളിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 2016-ൽ പൊടിക്കുണ്ട് വീട്ടിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതിയാണ് അനൂപ്. അന്നുണ്ടായ സ്ഫോടനത്തിലും ഒരാൾ മരണപ്പെട്ടിരുന്നു. ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. പടക്ക നിർമ്മാണത്തിനിടെയാണോ ബോംബ് നിർമ്മാണത്തിനിടെയാണോ അപകടമുണ്ടായത് എന്ന വിവരം പുറത്തു വന്നിട്ടില്ല. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. ചുറ്റുമുള്ള വീടുകൾക്ക് കേടുപാടുമുണ്ടായി. ഉഗ്രശബ്ദം കേട്ട് പ്രദേശവാസികൾ വീട്ടിലെത്തുമ്പോൾ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് കാണപ്പെട്ടത്. കണ്ണൂർ കമ്മീഷണർ സംഭവസ്ഥലത്തെത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ നിന്നും പുറത്തെടുത്തു. സ്ഫോടനത്തിൽ മരണപ്പെട്ടത് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ പരിശോധന നടത്തി വരികയാണ്. നമുക്ക് ഒരു പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ആ പരിശോധനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിൽ ഇപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളും അതിന്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. നിലവിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറെ അധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.